ദിവ്യയുടെ ആവശ്യം മുഖ്യമന്ത്രി കേട്ടു. 4ാം ക്ലാസ്സുകാരിയായ ദിവ്യ മുഖ്യമന്ത്രിക്കൊരു കത്തെഴുതിയതോടെ ഊരൂട്ടമ്പലം സ്കൂളിന് സ്വന്തമായൊരു ബസ്സായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ കത്ത് വായിച്ചതിൽ സന്തോഷമുണ്ട്. അതിൽ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഉപയോഗം ഞങ്ങൾ കുറച്ചു. എഴുതുന്നതിപ്പോൾ മഷിപ്പേന കൊണ്ടാണ് എന്ന് തുടങ്ങി സ്കൂളിന്റെ വിശേഷങ്ങൾ മുഴുവൻ പങ്കുവച്ച കത്തിന്റെ അവസാന വരിയിൽ ഒരാവശ്യം കൂടി പറഞ്ഞു ദിവ്യ. യാത്രാക്ലേശം പരിഹരിക്കാൻ സ്വന്തമായൊരു ബസ് വേണം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എഴുതിയിട്ട് സ്കൂൾ ബസ് വേണമെന്നും മഷിപ്പേന ഉപയോഗിച്ച് തുടങ്ങിയെന്നും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചു. കത്ത് കയ്യിൽ കിട്ടിയപ്പോഴേ മുഖ്യമന്ത്രി ഇടപെട്ടു. സ്ഥലം MP A സമ്പത്തിനെ വിവരമറിയിച്ചു. 400ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ബസ് അനുവദിച്ചു കിട്ടാൻ പിന്നെ താമസമുണ്ടായില്ല. മൂപ്പര് അത് തന്നെ നേരെ എടുത്തു വെച്ചിട്ട് എനിക്കൊരു കത്ത് കൂടി എഴുതി നേരെ ഇങ്ങോട്ടേക്ക് അയച്ചു. ഇങ്ങനെ കാട്ടാക്കടയിലെ ഊരൂട്ടമ്പലം ഗവൺമെന്റ് LPSലെ ദിവ്യ മോളുടെ കത്ത് ഇതോടൊപ്പം ചേർക്കുകയാണ്. ബഹുമാനപ്പെട്ട MP എന്നുള്ള നിലയിൽ സമ്പത്ത് ആ സ്കൂളിനൊരു ബസ് കൊടുക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക. ദിവ്യ തന്നെയാണ് ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. രാവിലെയും വൈകിട്ടും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനും തിരിച്ചുവിടാനും മാത്രമല്ല, അവധി ദിവസങ്ങളിൽ ഊഴമിട്ട് കുട്ടികളെ കാഴ്ച കാണാൻ കൊണ്ടുപോകണമെന്നും ബസ് അനുവദിച്ച MP അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.